ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കാര്യം എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയാറുണ്ട്. ഇമാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറെ. അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല, മന്ത്രി പോയ ഉദ്ദേശത്തിന്റെ ഒപ്പം ഇതും കൂടി ചേർത്തു. കാണണമെന്ന് പറയുകയും ചെയ്തു. മുൻകൂട്ടി തന്നെ പറഞ്ഞു, 17-ാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു 10. എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല. കാണാൻ തയ്യാറാവാതെ കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനമില്ല. ഞാൻ വെറുതെ പറയട്ടെ, എൻ്റെ വാചകങ്ങൾ പറയാവണ്ട. അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല. കാണാൻ കൂട്ടാക്കാതെ മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല. കാണാൻ വേണ്ടി അങ്ങോട്ട് പോയ മന്ത്രിയോട് നിങ്ങൾ കാണാൻ പോയില്ല, അവിടെ ശ്രദ്ധിച്ചില്ല, ആത്മാർത്ഥയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം നിലവാരം വളരെ കുറഞ്ഞു പോകുന്നു. നിങ്ങളെന്നെ കണ്ടോളണം ഇങ്ങനെയുള്ള വാർത്തയും കൊടുത്തിട്ട്. ഇനി ഇമാതിരിയുള്ള വാർത്ത അല്ല, അത് അവിടെ പോയത് തന്നെ സ്വാഭാവികമായിട്ടും ക്യൂബ സംഘത്തിന്റെ ഭാഗമായിട്ട് പോയതാണ്. ആ പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചാണ് എന്തോടെ പറയാൻ. അതിനു വേണ്ടിയാണ് പോയത്. ശരി, അതെ, കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഡൽഹിക്ക് പോകുന്നുണ്ട്, കാണാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും. അവിടെ ക്യൂബ ഡെലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ്. അതാ കാര്യം. അത് പോയപ്പോൾ ഇന്നും കൂടി കാണുമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ വാർത്താത്തിൽ ഞാനില്ല. വെറുതെ ആവശ്യമില്ലാതെ ചർച്ച. കാമ്പില്ലാതെ ചർച്ച നടത്തി പഠിച്ചു പോയാലും ഒരു കാമ്പും പാടാ നിങ്ങൾക്ക്, ഒരു വസ്തുതയും പാടാ നിങ്ങൾക്ക്. വസ്തുതാപരമായിട്ട് ഒരു കാര്യവും നിങ്ങൾ നോക്കലുമില്ല. എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. വസ്തുതാപരമായിട്ട് ഞാൻ മന്ത്രിയോട് സംസാരിച്ചത് ഓരോ കൂടുതൽ ആ കാര്യം സംസാരിക്കും തന്നെയാണ് പറഞ്ഞത്. ക്യൂബൻ പറയേണ്ട കാര്യമില്ല. നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ക്യൂബൻ ഡെലിഗേഷനുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാണ്. അല്ലാതെ പോകുന്ന ആരെങ്കിലും ചോദിക്കാണ്ട് ആരെങ്കിലും പറയുമോ? ഞാൻ വിട്ടു, ആ ഭാഗം വിട്ടു. ഡൽഹിയിൽ പോകുന്നു, ഈ കാര്യങ്ങൾ കേന്ദ്രമന്ത്രിയെ ധരിപ്പിക്കും. അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ പോകുമ്പോഴാണ് പറയുന്നത് കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചത്. അപ്പൊ അതിനകത്ത് ആരാ, ഞങ്ങളാണ് ധരിക്കുന്നത് അതോ ആരോഗ്യമന്ത്രിയാണോ? തോന്നിയാസം ചോദ്യം ചോദിച്ചാൽ തോന്നിയാസം ഉത്തരം പറയേണ്ടി വരും. ഞാനില്ല. തോന്നിയാസം ചോദ്യം ചോദിക്കുക, എന്നിട്ട് തോന്നിയാസം ഉത്തരം പറയാം. ഇല്ല, നിങ്ങൾ തന്നെ എന്ത് ഉത്തരം വേണമെന്ന് ചോദിക്കോ? വേറെ എന്താ പറയുന്നത്? ഏതാ പറയാം? മിനിമം കൂലി. അത് മിനിമം കൂലി കൊടുക്കണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ അഭിപ്രായം മിനിമം കൂലി കൊടുക്കണം തന്നെയാണ്. അതിനെന്തെങ്കിലും കുഴപ്പം? പക്ഷേ ഇന്നത്തെ പരിസ്ഥിതിയിൽ സ്കീം വർക്കർമാർക്ക് കൊടുക്കുന്നത് ആരും പാടില്ല. അന്നും പാടില്ല, ഇന്നും പാടില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കി കൊടുക്കേണ്ടതാണ്. കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നേതൃത്വമുള്ള അഭിപ്രായം. അത് നിങ്ങളൊന്നും ചെയ്യില്ല. അത് നോക്കാം നമുക്ക്, എങ്ങനെയായിരിക്കും അവസരമാണോ അല്ല അനവസരമാണോ എന്ന്. അല്ലെങ്കിൽ കാത്തിരുന്ന് കാണേണ്ടതാണല്ലോ, അല്ലേ? അത് കേരള ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എവിടുന്നും ജനറൽ സെക്രട്ടറി ഉണ്ടാവാം. പോരെ ആര് ക്ലെയിം, ഈ പാർട്ടിക്കകത്ത് നിങ്ങൾ ക്ലെയിം വെച്ചിട്ടാ ആളെ തീരുമാനിക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ സ്വഭാവമല്ലേ. ഞങ്ങൾക്കതില്ല. ക്ലെയിം വെക്കുക, എന്നിട്ട് ആ ക്ലെയിം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റേ സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുക, അതൊന്നും പാർട്ടിക്കകത്തില്ല. അതെ, MV ഗോവിന്ദൻ മാഷാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. മാഷ് അല്പം ഈർഷ്യയിലാണ്. ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.